നമസ്കാരം, മീറ്റി മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളെ അനലിസ്റ്റുകൾ വിലയിരുത്തുകയും ഭാവി സാധ്യതകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ റിസൾട്ടിന്റെ ബേസിസിൽ ഓഹരി വില കയറുമെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. പ്രഭുദാസ് ലീലാധർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അവർ കവറേജ് നൽകിയിരിക്കുന്നത് സൺടെക് റിയലിറ്റി എന്ന ഓഹരിക്കാണ്. ഇന്ന് 355 രൂപ നിലവാരത്തിൽ തുടർന്ന ഓഹരി 520 രൂപയിലേക്ക് എത്തുമെന്ന പ്രവചനമാണ് പ്രഭുദാസ് ലീലാധറിലെ അനലിസ്റ്റുകൾ നടത്തുന്നത്. ഇതിനെ പിന്തുണയ്ക്കാൻ അവർ പറയുന്ന കാരണങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ റീസൺ കമ്പനിക്ക് ഇത്തവണ ഉണ്ടായ സെയിൽസ് ആണ്. ODC 4th അവന്യൂ പ്രൊജക്ടിൽ നിന്നുള്ള വരുമാനം വന്നതോടെ കമ്പനിയുടെ സെയിൽസ് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. കമ്പനിയുടെ ലാഭം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 687 ദശലക്ഷത്തിൽ നിന്ന് 967 ദശലക്ഷം രൂപയായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ ലാഭത്തിന്റെ ശതമാനം അഥവാ മാർജിൻ നോക്കുകയാണെങ്കിൽ 33.3% നിന്ന് 28.5% ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ ബ്രോക്കറേജ് ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം 2026 സാമ്പത്തിക വർഷത്തെ മൊത്തം കണക്കെടുത്താൽ ലാഭം 64% കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ODC പ്രൊജക്ട് കാരണമാണ് ഈ വരുമാനം 65% വർദ്ധിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ആകെ ലാഭം അഥവാ പാറ്റ് 2 ബില്യൺ രൂപയാണ്. മറ്റൊരു കാര്യം, കമ്പനിയുടെ കടം 360 ദശലക്ഷം രൂപ കുറച്ചു എന്നതാണ് പോസിറ്റീവായിട്ട് പറയുന്നത്. അടുത്ത റീസൺ, ODCയിലെ പുതിയ പ്രൊജക്ട് ലോഞ്ച് ചെയ്തതോടെ കമ്പനിയുടെ പ്രീ സെയിൽസ് നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് എന്നുള്ളതാണ്. അൾട്ടാവിയ ലോഞ്ച് ചെയ്തതും നിലവിലെ പ്രൊജക്ടുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും കാരണം പ്രീ സെയിൽസ് 22% ഉയർന്നിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തെ മൊത്തം കണക്കെടുത്താൽ പ്രീ സെയിൽസ് 31.6 ബില്യൺ രൂപയാണ്. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 25% വർധനവ്. ഈ വർഷത്തെ പ്രീ സെയിൽസിന്റെ പകുതിയോളം ലഭിച്ചത് മുംബൈയിലെ ലക്ഷറി പ്രൊജക്ടുകളിൽ നിന്നാണ്. സൺടെക് സിറ്റി, ബീച്ച് റെസിഡൻസി തുടങ്ങിയ മിഡ് ഇൻകം പ്രൊജക്ടുകളിൽ നിന്ന് 42% സംഭാവന ലഭിച്ചിട്ടുണ്ട്. വിൽക്കുന്ന വീടുകളുടെ ശരാശരി വില അഥവാ റിയലൈസേഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ കുറവാണെങ്കിലും മുൻ പാദത്തെ വെച്ച് നോക്കുമ്പോൾ 59% വർദ്ധിച്ച് ചതുരശ്ര അടിക്ക് 23,217 രൂപയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ കളക്ഷനിലും വലിയ പുരോഗതിയുണ്ട്. ഈ വർഷം ആകെ 14.3 ബില്യൺ രൂപയാണ് കമ്പനി കളക്ട് ചെയ്തത്. റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് നടത്തിയ കോൺകോളിലെ പ്രധാന ലക്ഷ്യങ്ങളും അനാലിസിസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചില പോയിന്റ്സ് നോക്കാം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കമ്പനി ഏകദേശം 8.1 ബില്യൺ രൂപയുടെ പുതിയ പ്രൊജക്ടുകൾക്കായിട്ടുള്ള നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അന്തേരി റീഡെവലപ്മെന്റ്, മീര റോഡ് തുടങ്ങി പുതിയതായി ഏറ്റെടുത്ത 3 പ്രൊജക്ടുകളിൽ നിന്നായി ഏകദേശം 50 ബില്യൺ രൂപയുടെ വരുമാനമാണ് കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2027 സാമ്പത്തിക വർഷത്തിൽ മൊത്തം 60 മുതൽ 70 ബില്യൺ രൂപ മൂല്യമുള്ള പ്രൊജക്ടുകൾ ലോഞ്ച് ചെയ്യാൻ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ അന്തേരി, മീര റോഡ്, വസായ്, സൺടെക് സിറ്റി, നേപ്പിയൻ സീ റോഡ് എന്നിവയിലെ പ്രൊജക്ടുകൾ ഉൾപ്പെടുന്നുണ്ട്. ദുബായ് പ്രൊജക്ട് ലോഞ്ച് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്ന് ശാന്തമായാൽ ഉടൻ തന്നെ അവിടെയും തുടങ്ങും. അടുത്ത വർഷം സെയിൽസിൽ 25% വളർച്ചയാണ് കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നൈഗാവിലെ പ്രൊജക്റ്റിൽ നിന്നുള്ള വരുമാനം കൂടി വരുന്നതോടെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും. നിലവിൽ 5.5 ബില്യൺ രൂപയുടെ മിച്ച വരുമാനം വളരെ കുറഞ്ഞ കടബാധ്യതയുമായി കമ്പനി നല്ലൊരു നിലയിലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ റിസൾട്ടും അവരുടെ മാനേജ്മെന്റ് കോൾസും വിലയിരുത്തി ബ്രോക്കറേജ് നൽകുന്ന ചില അനുമാനങ്ങളുണ്ട്. കമ്പനിയുടെ ഓരോ ഓഹരിയിൽ നിന്നുമുള്ള വരുമാനം അഥവാ EPS കഴിഞ്ഞ വർഷത്തെ 10.3 രൂപയിൽ നിന്ന് 2026 13.9 രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അടുത്ത 2 വർഷങ്ങളിൽ ഇത് യഥാക്രമം 21.8 രൂപയും 27.7 രൂപയുമായിട്ട് ഉയരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ഓരോ ഓഹരിയുടെയും ബുക്ക് വാല്യൂ 2026 245.9 രൂപയായും 2028 291.4 രൂപയായും ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓരോ ഓഹരിക്കും നൽകുന്ന ഡിവിഡൻഡ് വർഷങ്ങളായി 2 രൂപയെ തന്നെ തുടരുന്നുണ്ട്. കമ്പനിയുടെ ആസ്തികളിൽ നിന്നുള്ള ലാഭം അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി 2026 5.9%. ഇത് 2028 9.9% മെച്ചപ്പെടുമെന്നും ബ്രോക്കറേജ് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മൂലധനത്തിൽ നിന്നുള്ള ലാഭം അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് മെച്ചപ്പെടുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. 2026 7.2% നിന്ന് 2028 12.8% വർദ്ധിക്കുമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. കടവും ഇക്വിറ്റിയും തമ്മിലുള്ള അനുപാതം അഥവാ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2026 0.2 ടൈംസ് ആണ്. അത് വരും വർഷങ്ങളിൽ 0.1 ടൈംസായി കുറയുമെന്നും കമ്പനിയുടെ കടബാധ്യത കുറഞ്ഞ നിലയിലായിരിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ പ്രവർത്തന മൂലധനം ലാഭിക്കാൻ ഏറ്റെടുക്കുന്ന ശരാശരി ദിവസങ്ങളുടെ എണ്ണം അതായത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് 2026 2514 നിന്ന് 2028 1450 ദിവസങ്ങളായി ഗണ്യമായി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു.
വരുമാനത്തിന് ആനുപാതികമായി ഓഹരി വിലയുടെ അനുപാതം 2026 26 ഇത് 2028 13.0 കുറയുമെന്നും പ്രവചിക്കപ്പെടുന്നു. ഇത് കമ്പനിയുടെ ഓഹരികൾ കൂടുതൽ ആകർഷകമാക്കും. ഡിവിഡൻഡ് യീൽഡ് 1% സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട്. EV/EBITDA അനുപാതം മെച്ചപ്പെടുന്നതായും കാണാം. അതായത് കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം വരും വർഷങ്ങളിൽ ഗണ്യമായി മെച്ചപ്പെടുമെന്നാണ് പ്രവചനം. ഈ പ്രവചനത്തെ ആസ്പദമാക്കിയാണ് 520 രൂപ ടാർഗറ്റ് വില നൽകുന്നത്. ഇപ്പോഴത്തെ ഈ ബിസിനസ് പ്രോഗ്രസ് വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അനുമാനം നടത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ റിസ്ക്കും. ബ്രോക്കറേജ് പ്രെഡിക്റ്റ് ചെയ്ത ഈ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള കാലിബർ സ്റ്റോക്കിനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക.